ഇനി തൊട്ട് നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ നല്ല പഞ്ഞി പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പപ്പടം മാത്രം മതി. അപ്പോൾ ഈ പപ്പടം വെച്ചിട്ട് എങ്ങനെയാണ് ദോശയും ഇഡ്ഡലിയൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആക്കി എടുക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി മാവാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇഡ്ഡലി മാവ് എടുത്തിട്ടുള്ളത്. ഈ ഇഡ്ഡലി മാവിലേക്കാണ് നമ്മളിന്ന് പപ്പടം വെച്ചിട്ടുള്ള ഈ ടിപ്പ് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഇതാ നമ്മൾ ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് ഒരു പപ്പടം ഇട്ട് കൊടുക്കാം. ഒരു പപ്പടത്തിൽ കൂടുതൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു പപ്പടം എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കുതിരാൻ വേണ്ടി വെക്കാവേ. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയപ്പോഴത്തേനും പപ്പടം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കുതിർത്തെടുത്ത ഈ പപ്പടം ഒന്ന് നമ്മുടെ ഈ ഇഡ്ഡലി മാവിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ. പപ്പടം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാവേ. അപ്പോൾ അത് അരമണിക്കൂറായിട്ട് നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ പുളിച്ച് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഒന്ന് ചുട്ടെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് തള്ളിയിടാവേ. നമ്മളൊരു പാത്രത്തിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. നോക്കി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, നല്ല പഞ്ഞി പോലുണ്ട്. ഇഡ്ഡലി മാവിൽ മാത്രമല്ല നമ്മൾ ദോശമാവിലും ഇതേ രീതിയിൽ പപ്പടം കുതിർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ചുട്ടെടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഒരുപാട് പുളിച്ച് പൊന്തി പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ പപ്പടം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പുളിയൊക്കെ കുറച്ചെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് പിന്നെ ദോശയോ ഇഡ്ഡലിയൊക്കെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. അതുമല്ല നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മാവൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ എടുത്ത് ചുടുമ്പം ഭയങ്കര ഹാർഡായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഒരു പപ്പടം കുതിർത്തിട്ട് മാവിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പൊന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ദോശമാവോ ഇഡ്ഡലി മാവോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഇടേണ്ട ആവശ്യം ഒന്നുമില്ല. ഇതേ രീതിയിൽ ഒരു പപ്പടം കുതിർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ചുട്ടു നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പുറത്തെ ഇഡ്ഡലി നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിപ്പൊന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.